9-ൽ 1 ഇന്ന് പ്രമേഹ രോഗിയാണ്. 20-നും 79 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുടെ ഒരു സർവേ എടുത്തതിൽ നിന്നും ഇന്ന് 9 പേരിൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഡയബറ്റിക് ആയിട്ട് അവരവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ കൊണ്ടും അതുപോലെ മരുന്നുകളിലുമാണ് പലപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് ഭക്ഷണം ശ്രദ്ധിച്ചിരുന്നാലും അതുപോലെ നമ്മൾ മരുന്നുകൾ കൃത്യമായി കഴിച്ചിരുന്നാലും ഷുഗർ ലെവൽ കൺട്രോൾ ആകാത്ത കണ്ടീഷനുള്ള പലരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഒരാഴ്ച കൊണ്ട് ഡയബറ്റീസ് കുറച്ച് കൺട്രോൾ ആക്കാം എന്നാണ് പറയാൻ പോകുന്നത്. 7 ഡേയ്സിൽ ഡയബറ്റീസ് കുറയ്ക്കാനുള്ള 7 കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുക. ഡയബറ്റീസ് ഉള്ളവർ മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അതുപോലെ ഭക്ഷണം കൺട്രോൾ ആക്കുന്നുണ്ടെങ്കിലും കൃത്യമായി എക്സസൈസ് ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ചെയ്യാനുള്ളത് കാർബോഹൈഡ്രേറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം മലയാളീസിൻ്റെ പ്രധാനമായിട്ടുള്ള സ്റ്റേപ്പിൾ ഫുഡ് ചോറാണ്. ചോറ് നമുക്ക് കഴിക്കാം. എങ്ങനെ? ബ്രൗൺ റൈസ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഹോൾ ഗ്രെയിൻസിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കൾ കഴിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ് ബാലൻസ് ചെയ്യാൻ നല്ലത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് നല്ലതാണ്. അതുപോലെ ഗോതമ്പ് ആസ് എ ഹോൾ നമുക്ക് കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. ഗ്ലൂട്ടൻ അലർജി ഇല്ലാത്തവർക്ക് ഗോതമ്പ് ഡയറ്റിൽ ആഡ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കഴിക്കരുത്, ഒത്തിരിയും ക്വാണ്ടിറ്റി കഴിക്കരുത്. പിന്നെ നമ്മൾ പോർഷൻ ഡയറ്റ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമുക്ക് എസെൻഷ്യലായിട്ട് എന്തൊക്കെ വേണം, ഇതൊക്കെ എല്ലാവരും വീഡിയോസിനകത്ത് പറയുന്നതാണ്. എന്തൊക്കെ എസെൻഷ്യൽ വേണം, നിങ്ങൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അതിൽ പോർഷൻ ഡയറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിക്കേണ്ടുന്നത് എത്ര സ്റ്റാർച്ച് ആവാം ഫുഡിൽ, അത് ഒരു പോർഷൻ എടുക്കുക. അതുപോലെ പ്രോട്ടീൻ എത്ര വേണം, ഫാറ്റ് എത്ര വേണം, ഇത് അറേഞ്ച് ചെയ്തൊരു പ്ലേറ്റ് അങ്ങനെയേ നമ്മൾ കഴിക്കാവും. നമ്മൾ എല്ലാം കൂടി ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്ന ഒരു രീതി തീർച്ചയായിട്ടും മാറ്റണം. അതുപോലെ ഒരു സ്പെസിഫിക് ടൈം ഇൻ്റർവെൽ മെയിൻറ്റെയിൻ ചെയ്യണം ഫുഡ് കഴിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയും നമ്മൾ 8 മണിക്ക് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പലരും ഇപ്പം 3 ടൈംസ് ആയിരിക്കും ഫുഡ് കഴിക്കുന്നത്. അതൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു ഇൻ്റർവെൽ കുറച്ചുകൊണ്ട് കഴിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ 3 ടൈംസ് എന്നുള്ളതിന് അതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് 6 ടൈംസ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ബാലൻസ് ചെയ്യാൻ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ, നേരത്തെ പറഞ്ഞ ആ ഹോൾ ഗ്രെയിൻസ് എല്ലാം ഫൈബർ റിച്ച് ആണ്. അതുപോലെ വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് കൂടുതലായി കഴിക്കുമ്പോൾ നമുക്ക് ഷുഗറിൻ്റെ അബ്സോർഷൻ കുറയ്ക്കും ബ്ലഡിൽ. അപ്പോൾ നമുക്ക് ഷുഗർ കൺട്രോളായിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സ്ലീപ്പ്, നല്ല ഉറക്കമുണ്ടാവുക എന്നുള്ളത് ഡയബറ്റിക് രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കറക്റ്റ് വെള്ളം കുടിക്കുക. നമ്മൾ ഒരു ഇൻ്റർവെല്ലിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ പോളിയൂറിയ, എപ്പോഴും യൂറിനേഷൻ്റെ ടെൻഡൻസി, യൂറിൻ എക്സസീവ് പോവുക, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രേഷൻ കുറഞ്ഞു പോകും ബോഡിയിൽ. അപ്പോൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ കൂടുതൽ ടെൻഷനൊക്കെ എടുക്കാതിരിക്കുക. അതിനുവേണ്ടി നമ്മളെ തന്നെ പാകപ്പെടുത്തിയെടുക്കാം. യോഗ, മെഡിറ്റേഷൻ പോലുള്ളവ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ റെഗുലർ എക്സസൈസ് വളരെ നല്ലതാണ്. സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മുടെ ലൈഫിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് ചിട്ടപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസിനെ മരുന്നിൽ ഇരിക്കുന്നവർക്കും ഒത്തിരി മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എങ്ങനെ ചെയ്തിട്ടും കൺട്രോൾ ആകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത ശേഷം മരുന്നുകളും ഒക്കെ റെഗുലറായി കഴിച്ചാൽ മതി. തീർച്ചയായിട്ടും ഡയബറ്റിക് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ നമുക്ക് കൺട്രോൾ ആക്കാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.